हमारा बेटा 12 साल हो गया है। गौस पाशा नाम है। तो कहीं वियारा किनाल में एक्सीडेंट हो गया गाड़ी का 2011 में, मई के महीने में 3 तारीख को हुआ है ये। वो अब तक पता नहीं है हमारे बच्चे का। और यही कहीं भी होगा तो अल्लाह ताला हमारे बेटे गौस पाशा उसका नाम है, हमारे घर को भेज दो जी। और हमारा गांव बसो कल्याण, डिस्ट्रिक्ट बीदर, कर्नाटका। आपका नाम बोल। और हमारा नाम है इमामुद्दीन। हमारे बेटे का नाम गौस पाशा। हमसे लापता हो गए 12 साल हो गए। हम जो कहीं है उसको हमारे घर भेज दो जी। इंशाअल्लाह। 2011 ആണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 12 വർഷത്തോളമായിട്ട് ഒരു വിവരമില്ല. അവരുടെ പേര് ഗൗസ് പാഷ എന്നാണ്. 2011 മെയ് 3-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഗുജറാത്തിലെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഈ ഫോട്ടോയിൽ കാണുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമായിട്ടോ, അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ ആയതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമാവും എന്ന് വിചാരിച്ചിട്ടോ അന്നൊരു പക്ഷെ ബുദ്ധിമോശം കൊണ്ട് എവിടെയെങ്കിലും പോയതാണെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഉപ്പാക്കും ഈ ഉമ്മയുടെയും കണ്ണീരിന് ആ മകൻ തിരിച്ചു വരാനുള്ള തൗഫീഖ് ഉണ്ടാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയെങ്കിലും അവർ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഉമ്മയുടെയും ഉപ്പയുടെയും ഈ ഒരു വീഡിയോ കാരണം അവർ തിരിച്ചു വരാന്നുണ്ടെങ്കിൽ ഈ ഉപ്പാന്റെ കണ്ണീരിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കുറെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിനും കൂടെ നമ്മളെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് അതിലേക്ക് അവർ എത്തിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. എന്നും അവരുടെയൊക്കെ പ്രാർത്ഥന നമ്മളെ കൂടെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന, ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ ആരെ കുടുംബത്തിലും, നമ്മൾ ആരെ കൂട്ടുകാരിലും, കുടുംബക്കാരിലും മക്കളിലൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇതിന്റെ വേദന അനുഭവിക്കുന്നവർ 12 വർഷം കഴിഞ്ഞിട്ടും കണ്ണീരോടെ വിങ്ങി പൊട്ടിയിട്ടാണ് ഈ ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പോ ഈ 12 വർഷം അവരുടെ വിഷമം എങ്ങനെയൊക്കെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെന്നെങ്കിലും ഒന്ന് വരാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ദുആയിലും കൂടെ ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി ആ മകനൊന്ന് തിരിച്ചു വന്ന് ഈ കുടുംബത്തിന്റെ ഒരു സന്തോഷം, പുഞ്ചിരി തിരിച്ചു കിട്ടാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.